ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. അതിനുള്ള ഫ്രഷ് മുരിങ്ങക്ക ഒടിച്ചെടുക്കുന്നു. ഇത് നല്ല ഫ്രഷ് മുരിങ്ങക്കയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ഞാനൊരു അവിയൽ വെക്കാൻ ഒരുങ്ങിയത്. അതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് കുറച്ച് ഫ്രഷ് കരിയാപ്പലയോട് കട്ട് ചെയ്തെടുക്കുന്നു. അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെയാണിത്. കുറച്ചൊക്കെ നുറുക്കിയിട്ടുണ്ട്, എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ചേനയാണ്. സ്റ്റോറിൽ നിന്ന് ഫ്രോസൺ വാങ്ങിച്ചുകൊണ്ട് അത് ചെറിയ കഷ്ണങ്ങളാണ്. ചില ഐറ്റങ്ങളൊക്കെ ചെറുതായിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. എന്നാൽ അവിയലിന് നല്ല നീളത്തിലുള്ള കഷ്ണങ്ങളാണ് നുറുക്കേണ്ടത്. ഇത് ചേമ്പാണ്. മുരിങ്ങക്കായും ഒക്കെ ഇനി നുറുക്കുന്നു. ക്യാരറ്റുണ്ട്. ഇത് പുളിയുടെ ആവശ്യത്തിനൊരു മാങ്ങയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗമെടുത്ത് ആവശ്യത്തിന് മാത്രം ചേർക്കും. വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ മിക്സ് ചെയ്യുന്നു. ഇത് ചേന ആദ്യം ഇടുന്നു, പിന്നെ ചേമ്പ്, ക്യാരറ്റ്സ് അതിൻ്റെ പച്ചക്കായ നുറുക്കിയതിടുന്നു. ഇതെല്ലാം ഓരോ കപ്പ് വീതമാണ്. ഒണിയൻ നുറുക്കിയതിടുന്നു. ഇത് കുറച്ച് സുഖീനിയാണ്. മുരിങ്ങക്ക നുറുക്കിയ അതിൻ്റെ കുമ്പളങ്ങ ചേർക്കുന്നു. പച്ചമുളക് അതിൻ്റെ പടവലങ്ങ, പച്ചമുളക് 6 ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗാർലിക് നുറുക്കിയത് ചേർക്കുന്നു. ½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നു. ഒന്ന് മിക്സ് ചെയ്യുന്നു. ഒന്ന് തിളച്ചിട്ട് മാങ്ങ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ ഇത്രയും ചേർത്ത് അത് ഇതിലെന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്. കുറച്ച് കറി ലീഫ് ചേർത്ത് സ്റ്റൗ ഓണാക്കുന്നു. ഇത് ഒന്ന് തിളയ്ക്കുമ്പോൾ ഉപ്പും മാങ്ങയും ചേർക്കുന്നതാണ്. ഇപ്പോൾ ഇത് അടച്ച് കുക്ക് ചെയ്യുക. അവിയലിൻ്റെ ആവശ്യത്തിലേക്കുള്ള തേങ്ങയാണിത്. ഇത് 1.5 കപ്പ് ഫ്രഷ് കോക്കനട്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. 1 പിഞ്ച് മഞ്ഞളും ഇട്ടിട്ടുണ്ട്. ജീരകം ചേർത്ത് കുറച്ച് തേങ്ങ ആദ്യം നല്ലതുപോലെ ഒന്ന് ചതയ്ക്കണം. അത് ജീരകം നല്ലപോലെ ചതഞ്ഞ് വരാനാണ്. പിന്നെ ബാക്കിയുള്ള തേങ്ങയും ഇട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി, അരഞ്ഞു പോകരുത്. ചതച്ചപ്പോൾ മാങ്ങ ചേർക്കുന്നു. ഉപ്പും ചേർക്കുക. മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് കുക്ക് ചെയ്യുക. കഷ്ണങ്ങൾ അധികം വെന്ത് പോകരുത്. കഷ്ണങ്ങൾ അടിക്ക് പറ്റാതെ ഇങ്ങനെയൊന്ന് ഇളക്കണം. കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്തു. തേങ്ങ ചതച്ചത് ചേർത്ത് മിക്സ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നു. തേങ്ങയും ഓയിലും ചേർത്തതിന് ശേഷം ചെറുതായിട്ട് തിളപ്പിക്കുക. സോൾട്ട് വേണമെങ്കിൽ ഇനിയും ചേർക്കുക. അവിയൽ റെഡിയായി. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നു. അവിയൽ റെഡി.